പുതിയൊരു വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന് മൂന്നാമതും പ്രസിഡന്റാകാൻ ആഗ്രഹമുണ്ടെന്നാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഭരണഘടനയിലെ 22ാം ഭേദഗതി പ്രകാരം ഒരാൾക്ക് 2-ൽ കൂടുതൽ തവണ പ്രസിഡന്റാകാൻ കഴിയില്ല. എന്നാൽ അതിനുള്ള വഴികൾ ഉണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ട്. താൻ തമാശ പറയുകയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ താൻ വീണ്ടും പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇത് ഭരണത്തിൻ്റെ തുടക്കമല്ലേ ആയുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. NBC ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് ഇങ്ങനെ വ്യക്തമാക്കിയത്. മൂന്നാമതും മത്സരിക്കാൻ എന്തെങ്കിലും തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ട്രംപിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അതിന് ചില വഴികളുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. മൂന്നാമതും പ്രസിഡന്റാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തമാശ രൂപേണ മറുപടി നൽകി. അത് ഇങ്ങനെയാണ്: എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ തമാശ പറയുകയില്ല. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇനിയും കുറേ സമയമുണ്ട് എന്നാണ്. US ഭരണഘടനയുടെ 22ാം ഭേദഗതി 1952 നിലവിൽ വന്നതാണ്. അതനുസരിച്ച് ഒരാൾക്ക് 2-ൽ കൂടുതൽ തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല. ട്രംപിന് ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ കോൺഗ്രസിൻ്റെ 3/2 ഭൂരിപക്ഷം വേണം. അല്ലെങ്കിൽ 3/2 സംസ്ഥാനങ്ങൾ ഒരു ഭരണഘടനാ കൺവെൻഷൻ ആവശ്യപ്പെടണം. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമായ ധാരാളം വോട്ടുകൾ ലഭിച്ചെന്നും അതുകൊണ്ട് പലരും താൻ വീണ്ടും പ്രസിഡന്റാകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്തായാലും ട്രംപിൻ്റെ ഈ പ്രസ്താവന രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത് വെറും തമാശയാണോ അതോ കാര്യമായ എന്തെങ്കിലും പദ്ധതികൾ ട്രംപിൻ്റെ മനസ്സിലുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഒരാൾക്ക് എത്ര തവണ അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാം എന്നതിനെക്കുറിച്ചാണ് അമേരിക്കൻ ഭരണഘടനയിലെ 22ാം ഭേദഗതി പറയുന്നത്. ഈ ഭേദഗതി പ്രകാരം പ്രസിഡന്റായിരുന്ന ഒരാൾക്ക് വീണ്ടും മത്സരിക്കാൻ ചില നിബന്ധനകളുണ്ട്. 1947 മാർച്ച് 21-നാണ് കോൺഗ്രസ് ഈ ഭേദഗതി അംഗീകരിച്ചത്. അതിനുശേഷം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരത്തിനായി അയച്ചു. 1951 ഫെബ്രുവരി 27-ന് ഇത് നിയമമായി. അന്ന് 48 സംസ്ഥാനങ്ങളിൽ 36 എണ്ണം ഭേദഗതിയെ അംഗീകരിച്ചു. ഈ ഭേദഗതി പ്രകാരം ഒരാൾ 2 തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നീട് അയാൾക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല. ഇനി പ്രസിഡന്റ് കാലാവധി പൂർത്തിയാക്കാതെ ഒഴിവന്ന സ്ഥാനത്തേക്ക് ഒരാൾ 2 വർഷത്തിൽ കൂടുതൽ ഭരണം നടത്തിയാൽ അയാൾക്കും പിന്നീട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല. ഈ ഭേദഗതി ചില ആളുകളെ പ്രസിഡന്റാകുന്നതിൽ നിന്ന് പൂർണ്ണമായി തടയുന്നുണ്ടോ എന്ന കാര്യത്തിൽ നിയമവിദഗ്ധർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ഇത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മാത്രമാണോ ബാധകമെന്നും അവർ തർക്കിക്കുന്നുണ്ട്. ഈ ഭേദഗതി വരുന്നതുവരെ പ്രസിഡന്റുമാർക്ക് കാലാവധി പരിധി ഉണ്ടായിരുന്നില്ല. ജോർജ് വാഷിംഗ്ടണും തോമസ് ജെഫേഴ്സണും 2 തവണ പ്രസിഡന്റായ ശേഷം മൂന്നാമതും മത്സരിച്ചില്ല. അവരാണ് ഈ രീതി തുടങ്ങിയത്. എന്നാൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് 1940-ലും 1944-ലും 3-4 തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഒരാൾക്ക് എത്ര കാലം വേണമെങ്കിലും പ്രസിഡന്റാകാമെന്ന സ്ഥിതി വന്നപ്പോഴാണ് കാലാവധി നിശ്ചയിക്കാൻ തീരുമാനിച്ചത്. അതായത് ഒരാൾ 2 തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നീട് അയാൾക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല. ഇനി പ്രസിഡന്റ് കാലാവധി പൂർത്തിയാക്കാതെ ഒഴിവന്ന സ്ഥാനത്തേക്ക് ഒരാൾ 2 വർഷത്തിൽ കൂടുതൽ ഭരണം നടത്തിയാൽ അയാൾക്കും പിന്നീട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല. ഇതാണ് 22ാം ഭേദഗതിയുടെ പ്രധാന കാതൽ. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന നിയമവുമാണ്. ഈ നിയമം പൊളിച്ചെടുക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്.